ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്നെ ആദ്യ അക്ഷരം പഠിപ്പിച്ച് തന്ന എൻ്റെ നാട്ടിലെ എൻ്റെ സ്വന്തം സ്കൂളിലോട്ടാണ്. നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോവാം. അബ്ദുൽ ഹമീദ് എന്നാണ്. ഞാനിവിടെ വന്നിട്ടൊരു 34 വർഷത്തോളമായി. ഞാൻ വരുമ്പോൾ ഈ സ്ഥാപനം ഒരു കൊച്ചു സ്ഥാപനമായിരുന്നു. 1924 ഈ സ്ഥാപനം ആരംഭിച്ചത്. പാക്കടപ്രായ എന്നാണ് ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. പക്ഷേ ഇതിൻ്റെ റിക്കാർഡിക്കലായിട്ട് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വേങ്ങര കുറ്റൂർ എന്നാണ്. പാക്കടപ്പായ വേങ്ങര കുറ്റൂർ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു 16 സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിൻ്റെ ഇടയിൽ ഞാനാണിപ്പം പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുന്നത്. ഞാനിപ്പം പ്രധാന അധ്യാപകനായി 3 വർഷം ജോലി ചെയ്തു. ഈ 56ാമത്തെ വയസ്സാണ്. ഞാൻ ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് വിട പറയുകയാണ്. അതിലേറെ അഭിമാനത്തോടെയാണ് ഈ സ്കൂളിൽ നിന്ന് വിട പറയാൻ കഴിഞ്ഞത്. ഗുഡ് മോർണിംഗ്. അധ്യാപക മേഖലയിൽ LP സ്കൂൾ തരംഗത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ പ്രധാനമായി ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ഥാപനമാകുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിലെത്തുക. അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടാവും, രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്ത കുട്ടികളുണ്ടാവും, രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളെ തരംതിരിക്കുകയും നന്നായി പഠിക്കുന്ന കുട്ടികളെ അവർക്ക് വേറെ മറ്റൊരു രൂപത്തിലുള്ള വർക്ക് കൊടുക്കുകയും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഈ കാലയളവിൽ മനസ്സിലായ ഒരു കാര്യം. അതായത് ഞാനിപ്പോൾ എന്താ ചോദിച്ചു വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ UP സ്കൂൾ വിഭാഗം അത്യാവശ്യം മെച്യൂറുള്ള കുട്ടികളാണ്. ഇത് ചെറിയ കുട്ടികളാണ്. അതായത് നമ്മളെ എന്നും എന്നും നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, സാർമാർ പഠിപ്പിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. വളരെ കുറഞ്ഞ ഒരു 10% കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത്രയും വീട്ടിൽ നിന്ന് മാക്സിമം നമ്മളെ വീട്ടിൽ തന്നെ ഒരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ ആ ഉമ്മ വൈകുന്നേരം വരെ നോക്കുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെയുള്ള ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കുന്നത് അത്രത്തോളം ഒരു റിസ്കി അല്ല? വളരെ റിസ്കിയാണ് സംഭവം. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മുടെ മക്കളെപ്പോലെ ഉള്ള ഒരു കുട്ടികൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആവുമ്പോൾ നമുക്ക് ഈ കുട്ടികൾ അവർ തമ്മിൽ മാവിനെറിയുന്ന കുട്ടികളുണ്ടാവും, വികൃതി കളിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെയൊക്കെ ആ രൂപത്തിലുള്ള കുട്ടികളെയൊക്കെ കണ്ടിട്ട് അവർക്കനുസരിച്ച് അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ തിരിച്ചു വരികയും ഇപ്പം എന്താണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്നാണ് കുട്ടികൾ അധിക പേരും വരുന്നത്. അതുകൊണ്ട് ഒരു ബാലപാഠം എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർ എഴുത്ത് അല്ലെങ്കിൽ വായനയൊക്കെ അവിടുന്ന് തന്നെ ഏകദേശമൊക്കെ റെഡി ആയതിന് ശേഷമാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. മുൻപുള്ള അത്രയും ഒരു റിസ്ക് ഇല്ല ഇപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ്. ഇതൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് ഏകദേശം പെൻസിൽ പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. മുമ്പാണെങ്കിൽ നമ്മൾ ഈ പെൻസിൽ പിടിപ്പിക്കൽ തൊട്ട്
പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായി. കുട്ടികൾക്കുള്ളിലെ കഴിവുകൾ പുറത്തെടുക്കുന്നത് തീർച്ചയായും വിദ്യാലയങ്ങളിൽ നിന്നാണ്. സ്കൂളിൽ നിന്നാണല്ലോ കുട്ടികൾക്കുള്ള കഴിവ് എടുക്കുന്നത്. ആ കാര്യത്തിൽ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മളിപ്പോ ചിലർക്ക് സ്പോർട്സ് ആവാം, ചിലർക്ക് കലാലയമാവാം, പാട്ടിനോടാവാം താല്പര്യം, ചിലർക്ക് പഠിച്ചു മുന്നേറണം എന്നതാവാം താല്പര്യം. അതിനോട് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുമായി ഇടപഴകുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ കഴിവ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഈ കലാപരിപാടി ക്ലാസ് തലത്തിൽ നടക്കും. സാഹിത്യ സമാജം രൂപത്തിൽ ക്ലാസ്, അവിടെ നിന്ന് തന്നെ ആ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അവരെ തിരിച്ചറിയാൻ കഴിയും. നമ്മൾ വെറുതെ ഒരു PTക്ക് വിടുന്ന സമയത്ത് വെറുതെ ഒരു ഓട്ട മത്സരം നടത്തിയാൽ പോലും ഇതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കുട്ടികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമില്ല. ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇവരെ വേറിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഈ പ്രാവശ്യം തന്നെ സബ് ജില്ലയിൽ വ്യക്തിഗത ചാമ്പ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ആ കുട്ടികളെയൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ച് പിന്നീട് ആ സമയം വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ പ്രാക്ടീസുകളും കാര്യങ്ങളും കൊടുത്ത് അതിനേക്ക് ഒരുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഈ സ്കൂളിൽ നിന്ന് തന്നെ ധാരാളം കുട്ടികൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ പ്രോഗ്രാമുകളിൽ പാടുകയും പ്രൈസ് നേടുകയും ചെയ്ത ഈ ഉൾപ്രദേശമായിട്ട് പോലും ഈ സൽമാൻ വാരിസിനെ പോലുള്ള കുട്ടികൾ ഇവിടുന്ന് നമ്മൾ കൊടുത്ത പ്രാക്ടീസിൽ നിന്നാണ് അവർ അത്രയും ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു വരാൻ കാരണം. ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് കൊണ്ടാണ്. അധ്യാപക മേഖലയിൽ നിങ്ങൾക്കുണ്ടായ അഭിമാന നിമിഷം പ്ലസ് നമുക്കൊരു ബാഡ് നിമിഷം ഉണ്ടായിട്ടുണ്ടാകും, ഏറ്റവും അഭിമാനമായിട്ടുള്ള നിമിഷം ഉണ്ടായിട്ടുണ്ടാകും, അതുപോലെ പ്ലസ് ബാഡ് ആയിട്ടുള്ള ഒരു നിമിഷം ഓർത്തെടുക്കാൻ കഴിയും. ഒരു 2 വർഷം മുന്നേ ഒരു കുട്ടിക്ക് LSS കിട്ടി. LSS കിട്ടാൻ അവന് വളരെ നന്നായി പഠിക്കുന്നു. പക്ഷെ ഒരു ആക്സിഡന്റ് അവന് തളർന്ന് വീട്ടിൽ ഇരിക്കേണ്ട ഒരു രൂപം വന്നു. ആ രൂപം വന്നപ്പോൾ നമ്മുടെ ഇവിടെ LSSന്റെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന അതേ സംഗതികൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് പിന്നെ റിസൾട്ട് വന്നപ്പം ഈ കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ആ LSS കരസ്ഥമാക്കാൻ അവന് കഴിഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതി ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഓർമ്മ വരുന്നില്ല. ഏതായാലും അങ്ങനെയുള്ള കുറേ മുഹൂർത്തങ്ങൾ നമുക്കുണ്ട്. ഇത്രകാലം ഇവിടെ പഠിപ്പിച്ചിട്ട് സാറിനൊരു ഈ വിദ്യാലയത്തെക്കുറിച്ച് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതായത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ, ഞാനിവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ സ്കൂൾ ഈ കോലല്ല. അതായത് ഇതല്ല സ്കൂള്. ഇപ്പം തന്നെ സ്കൂളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു അട്രാക്ഷനാണ്. അതായത് എവിടെയോ പോയ പോലെ, നമ്മൾ ഈ പാർക്കുകളിലൊക്കെ പോയ പോലുള്ള ഒരു ഫീലിംഗ് ആണ് ഇങ്ങോട്ട് കയറുമ്പോഴേ. അപ്പം ഞാൻ പഠിച്ച കാലം ഇപ്പോൾ ഉള്ള കാലവും വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇത് ചെറിയ ഈ കാണുന്ന ബിൽഡിങ്ങുകളോ ഇതുപോലുള്ള ഒരു സെറ്റപ്പും അല്ല. അവസാനം ഈ ഓഫീസ് ടൈലിടുന്നത് പോലും കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയാണ് അതിൻ്റെ ആ വരാന്ത പോലും വരുന്നത്. ഇത് നമ്മുടെ ശ്രമഫലമായിട്ടാണ് ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. നമ്മളെ വീടിനേക്കാളും നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ഈ സ്ഥാപനത്തിനെയാണ്. ഞാൻ ഇവിടെ ഒരു 15 ലീവ് പോലും നമുക്കൊരാഴ്ചയിലുണ്ട്. അതിൽ 2, 3, 4 ലീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയവും ഈ സ്കൂൾ പരിചരിക്കുകയും ഈ സ്കൂളിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മാത്രമാണ് ചെയ്തത്. ഈ 34 വർഷവും സ്പോർട്സ് ആയിരുന്നാലും ആർട്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ കുട്ടികളെ LSSൻ്റെ കാര്യത്തിനായിരുന്നു എല്ലാം ഞാൻ മുൻകൈയെടുത്ത്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി അതിനു വേണ്ടി ശ്രമിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയകാല സ്കൂളൊന്നുമല്ലത്. കഴിഞ്ഞ കൊല്ലം 8 കുട്ടികൾക്കാണ് ഈ LSS കിട്ടിയത്. അതൊരു അഭിമാനമായ ഒരു നേട്ടം തന്നെയാണ്. LSS ആണ് ഇപ്പം കേരളത്തിലെ മൊത്തം സ്കൂളുകളെ വിലയിരുത്തുന്ന ഒരു സംഗതി എന്നുള്ളതിലേക്കാണ് ഞാൻ പറയുന്നത്. 8 കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു LSS കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ അതിരാവിലെ സ്കൂളിൽ വരുന്നു, വൈകുന്നേരം സ്കൂളിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് സ്കൂളിൽ നിന്ന് പിരിയുന്നത്. ശമ്പളം കുറയുന്നത് കൊണ്ടല്ല, ഈ കുട്ടികളെ വിട്ട് പിരിഞ്ഞു പോവാൻ വലിയൊരു വിഷമവും കാര്യങ്ങളും ഉണ്ട്. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇനിയും ഒരു ജന്മം സാറിന് ലഭിക്കുകയാണെങ്കിൽ
ആ ജന്മത്തിൽ അധ്യാപകൻ എന്ന മേഖല തിരഞ്ഞെടുക്കുമോ? ഞാൻ എൻ്റെ മകൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം പിന്നെ അവനോടൊക്കെ നമ്മൾ പറഞ്ഞത് ഇത്രയും സംതൃപ്തിയുള്ള ഒരു ജോലി നമുക്ക് കിട്ടാനില്ല എന്നാണ്. അത് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഇനിയും ഒന്നല്ല രണ്ട് ജന്മം കിട്ടുകയാണെങ്കിലും ഒരു അധ്യാപകനാകുക, കുട്ടികൾക്ക് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു അധ്യാപകനാകുക, കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു അധ്യാപകനാകുക, ഒരു കഥ പറയുന്ന അധ്യാപകനാകുക, ഒരു പാട്ട് പാടുന്ന ഒരു അധ്യാപകനാകുക, നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാകുക എന്ന ഒരു രൂപത്തിൽ തന്നെ ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ ഇനിയും നാട്ടുകാർക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം സ്നേഹത്തോടെ കൂടി പെരുമാറുന്ന ഒരു അധ്യാപകനായിട്ട് ജനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി കാണുന്നത്. സഫലമാവട്ടെ. സാർ ഇവിടെ നിന്ന് പോയതിനു ശേഷം, റിട്ടയർഡായി പോയതിനു ശേഷം ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഞാൻ വളരെ താഴ്ന്ന ഒരു കടയിൽ നിന്ന് ഈ അധ്യാപകൻ എന്നുള്ള രൂപത്തിലേക്ക് എത്തിയതാണ്. അപ്പം ഞാൻ 5 വയസ്സ് മുതൽ ഈ സമയം വരെ ഞാൻ മറ്റുള്ള പ്രവർത്തികളിലൊന്നും പോയിട്ടില്ല. ഞാൻ ജില്ലയുടെ എ ഡിവിഷൻ പിന്നെ ജില്ലാ ഫുട്ബോൾ പ്ലെയറും കൂടി ആയിരുന്നു ഞാൻ. പക്ഷേ ഈ സ്പോർട്സിൻ്റെ കാര്യത്തിൽ എൻ്റെ സ്കൂൾ വിട്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലോകം കറങ്ങുക എന്നുള്ളതാണ്. എല്ലാം ചുറ്റി സഞ്ചരിച്ച് കാശ്മീറും പുറത്തുള്ള രാജ്യങ്ങളൊക്കെ സഞ്ചാരിയാവുക. എൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ ഒരുപാട് സഞ്ചാരിയായി പോകുമ്പോൾ ഓരോ ജീവിതം നമുക്ക് പഠിക്കാനുണ്ട്. ആ ജീവിതം കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. വല്ലാത്തൊരു ഉന്മേഷം കിട്ടുന്നതാണ്. ഞാൻ ആദ്യമേ ഒരു സഞ്ചാരിയാണ്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൂട്ടുകാരെ കൂടെ സഞ്ചാരം നടത്തുന്ന ഒരാളാണ്. ഇനി അത് ഇന്ത്യയുടെ പുറത്തേക്ക് കൂടി ആ സഞ്ചാരം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മരിക്കുന്നത് വരെ ഇതുപോലെ ജോളിയായി സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ളതാണ്. അതാണ് സത്യം. ഉള്ളത് ഒരു ജീവിതം, അതിലെല്ലാം ആഡ് ചെയ്തിട്ട് പോകും. സാർ ഇപ്പോൾ 34 വർഷത്തോളമായി ഇവിടെ ഒന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികളോടും അതുപോലെ ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടും ഇനി വരാൻ പോകുന്ന തലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതുപോലെ പ്രത്യേകിച്ച് നമ്മളെ നാട്ടുകാരോട് മൊത്തത്തിൽ സാറിനോട് എന്താ പറയാനുള്ളത്? ഇതൊരു ചെറിയൊരു ഗ്രാമം പോലുള്ള സ്ഥലമാണ്. നമ്മൾ ജോലി ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന, വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. നമ്മൾ എത്ര ഉയർന്ന രൂപത്തിൽ ജോലി ചെയ്താലും അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ചെറുപ്പത്തിൽ LP എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ്. ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലൂടെ നിങ്ങളൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനമാണല്ലോ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആ സ്ഥാപനത്തെ നിങ്ങൾ നോക്കിക്കാണണം എന്നാണ് ഒരു പ്രാവശ്യമെങ്കിലും വരാം. നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കയറി വരൂ. അപ്പം നിങ്ങൾ പഴയ കാലത്ത് നിങ്ങൾ പഠിച്ചിരുന്ന അതേ ക്ലാസ് റൂമുകൾ അതുപോലെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ സ്കൂൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ നമ്മൾ അപ്പുറത്ത് റോഡിന്റെ ആ സൈഡിലുള്ള ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ സ്കൂള്. അവിടെയായിരുന്നു. ഇപ്പൊ ആ ബിൽഡിംഗ് നമ്മൾ പൊളിച്ചു മാറ്റിയിട്ടില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അവിടെ പഠിച്ച ധാരാളം കുട്ടികൾ, ഈ സ്ഥാപനത്തിലും പഠിച്ച ധാരാളം കുട്ടികൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് സ്കൂളിൽ ആരുണ്ടോ ആരില്ലേ എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മെല്ലെ ഗേറ്റ് തുറന്നു വന്ന് ഈ സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചിരുന്ന ആ ബെഞ്ചും ഡെസ്കിൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്ന് കുറച്ച് സമയം ചെലവഴിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് വല്ലാത്ത ഒരു സന്തോഷം നമുക്ക് കിട്ടാനുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുന്നോട്ട് വരണം. അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ഓൾറെഡി നിങ്ങളെ കീഴിൽ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും പറയാം, ഒരു ദിവസം ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാമോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം നിങ്ങളുടെ ഒരു മണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി ഒരു ക്ലാസ്, അവർക്ക് ഈ ഒരു പഴയ സ്കൂൾ കാണുവാനും ഈ ഗ്രൗണ്ടിൽ ഒന്ന് ഇരിക്കാനും ഇവിടെ വെച്ചിട്ട് ഒരു ക്ലാസ് 1 മണിക്കൂർ നിങ്ങൾ എടുത്തു കൊടുക്കുമോ? ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ ഏത് പോസ്റ്റിലെത്തിയാലും എൻ്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഇവിടുത്തെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികളായിട്ടേ തോന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ PSMO കോളേജിൽ പോന്നു. അവിടെ PSMO കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി വന്നിട്ട്, സാർ എന്നെ നിങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അത് അറിയിക്കാൻ കഴിയാത്ത.
അത് ആ ഉയർന്ന നിലയിൽ മാത്രമല്ല, ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്ത് സപ്ലൈ പണി എടുക്കുന്ന ഒരു കുട്ടി പോലും നമ്മളാണ് കയറി ചെല്ലുമ്പോൾ സാർ നിങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലാസ്സിൽ ഇപ്പോൾ സപ്പോസ് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പ്രായമുള്ളവരായിരുന്നാലും ചെറിയ മക്കളായിരുന്നാലും എനിക്ക് നിങ്ങൾ 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ആ വന്നിരുന്ന് പഠിച്ചിരുന്ന ഞാൻ പഠിപ്പിച്ചിരുന്ന അതേ ഇതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങളെ എല്ലാവരെയും ഒരു ക്ലാസ്സിലിരുത്തി നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിക്കാൻ എനിക്ക് കഴിയും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അപ്പം അത് പരിഗണിക്കാവുന്നതാണ്. ശരി, സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക്സ്.